കഥകൾ. കൂട്ടുകാരെ, നമുക്കിന്ന് മിന്നുവിന്റെ കഥ കേട്ടാലോ? വെറുതെ ചുറ്റിപ്പറന്ന് തേൻ ശേഖരിക്കുന്ന മറ്റു തേനീച്ചകളെ പോലെ ആയിരുന്നില്ല മിന്നു തേനീച്ച. ഉത്സാഹത്തോടെ മൂളിപ്പറന്ന് നടക്കുന്ന മിന്നുവിന് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഓരോ ദിവസവും അവൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവൾ വളരെ ഭംഗിയും നല്ല മണവുമുള്ള ഒരു വയലറ്റ് പൂവിൽ ചെന്നിരുന്നു. അതിന്റെ പൂമ്പൊടി കുറച്ച് ഒട്ടിപ്പിടിക്കുന്നതായിരുന്നു. അവൾ അതിനുള്ളിൽ അല്പം കുടുങ്ങിപ്പോയി. എങ്കിലും മിന്നു ചിരിച്ചു. ചെറിയ കുഴപ്പമുണ്ടായി, പക്ഷെ ഞാൻ പഠിച്ചു, അവൾ മൂളി. മറ്റൊരു ദിവസം അവൾ പറക്കാൻ പുതിയ ഒരു വഴി പരീക്ഷിച്ചു. സൂര്യപ്രകാശത്തിൽ മറിഞ്ഞും വട്ടം കറങ്ങിയുമുള്ള നൃത്തം. കറങ്ങി വന്ന അവൾ ഒരു ഇലയിൽ തട്ടി വീണു. എങ്കിലും ചിരിച്ചുകൊണ്ട് വീണ്ടും പറന്നുപോയി. ഒരു ചെറിയ വീഴ്ച, പക്ഷേ ഞാനൊരു പുതിയ നൃത്തം പഠിച്ചു, അവൾ മൂളിപ്പാടി. മിന്നു എല്ലായ്പ്പോഴും ഏറ്റവും വേഗതയുള്ള തേനീച്ചയായിരുന്നില്ല. പൂമ്പൊടി ശേഖരിക്കുന്നതിൽ മികച്ചവളുമായിരുന്നില്ല. പക്ഷെ അവൾ എന്നും പുതിയ കാര്യങ്ങൾ പഠിച്ചു. അത് അവളെ സന്തോഷവതിയാക്കി. ഓരോ ദിവസവും ഒരു ചെറിയ അളവിലാണെങ്കിലും മെച്ചപ്പെടുന്ന ആ അനുഭവം അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. താമസിയാതെ മിന്നുവും അവളുടെ സുഹൃത്തുക്കളും ചേർന്ന് ഒരു തേനീച്ചക്കൂടുണ്ടാക്കി. 1000 കുഞ്ഞു സ്വർണ്ണ നക്ഷത്രങ്ങളെപ്പോലെ അത് തിളങ്ങി. അത് എല്ലാം തികഞ്ഞ ഒരു കൂടായിരുന്നില്ല. ചില അറകൾ അല്പം ചെരിഞ്ഞതും ചിലത് മറ്റുള്ളവയേക്കാൾ വലുതുമായിരുന്നു. പക്ഷേ അത് അവരുടെ തേൻകൂടായിരുന്നു. മധുരവും സ്വർണ്ണ നിറമുള്ളതുമായ തേൻ കൊണ്ട് നിറഞ്ഞത്. മിന്നു തേൻകൂടിലേക്ക് നോക്കി അഭിമാനത്തോടെ മൂളി. അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു. കൂട്ടുകാരോടൊത്ത് കൂട് നിർമ്മിച്ച് സന്തോഷിക്കുകയും ചെയ്തു. അവൾ ഒരു തുള്ളി തേൻ രുചിച്ചു നോക്കി. മധുരവും സ്വാദിഷ്ടവുമായിരുന്നു അത്. നമുക്കത് സാധിച്ചു, പുഞ്ചിരിയോടെ അവൾ മൂളി. സൂര്യപ്രകാശം അവളുടെ കൊച്ചു ചിറകുകൾക്ക് ചൂട് നൽകി. നാളെ എന്ത് സംഭവിച്ചാലും ഇന്ന് ഒരു സമ്പൂർണമായ തേൻ മധുരമുള്ള ദിവസമാണെന്ന് അവൾക്കറിയാമായിരുന്നു.